ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കൊല്ലത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകി. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ കുടുംബത്തിനാണ് 8 ലക്ഷം രൂപ കൈമാറിയത്. തിരുവോണ നാളിൽ സംസ്ഥാന സർക്കാരിനെതിരെ പട്ടിണി സമരവുമായി കുടുംബവും ധീവരസഭയും രംഗത്ത് വന്നതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി രാജ്കുമാറാണ് ചേരുന്നത്. രാജ്കുമാർ, വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാരിന് ഇപ്പോൾ ധനസഹായം കൈമാറേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, ഇതിന് പൂർണ്ണമായിട്ടല്ല. ഇത് ഒരാൾക്ക് 10 ലക്ഷം രൂപ നൽകേണ്ടിടത്താണ് ഇപ്പോൾ വെറും 4 ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നത്. 10 ലക്ഷം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ താങ്കൾ സംസാരിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ഈ കുടുംബത്തിന്റെ ആവശ്യം. അത് സർക്കാർ അംഗീകരിക്കാതെ ഒരാൾക്ക് 4 ലക്ഷം വീതമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിനെതിരെ ആ കുടുംബത്തിനും അവരുടെ ബന്ധുക്കൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ധീവരസഭയ്ക്കും ശക്തമായ പ്രതിഷേധമുണ്ട്. അവര് ഇന്ന് അടിയന്തര യോഗം ധീവരസഭ ഇന്ന് ചേരും, അവരുടെ അവൈലബിലിറ്റി യോഗം ചേരും. അതിനുശേഷം തിരുവോണ ദിവസം ഈ ഒരു പട്ടിണി സമരവുമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കും. ഇതില് രേഷ്മയുടെ കുടുംബത്തെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ADMന്റെ നേതൃത്വത്തിലുള്ള സംഘം, റവന്യൂ സംഘം അവിടെ എത്തുകയും അവിടെ വെച്ച് ഇവർക്ക് ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ 4 ലക്ഷം വീതം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ തുകയാണ് 2 പേർക്കായി നൽകിയത്. അതായത് ഒന്ന് രാജീവന്റെ മരുമകൻ രാധാകൃഷ്ണൻ, ഒന്ന് രാജീവന്റെ ഭാര്യയുടെ പേരിലും അതുപോലെ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ രേഷ്മയുടെ പേരിലുമായി 4 ലക്ഷം രൂപ വീതം നിക്ഷേപിച്ചതിന്റെ രേഖയാണ് കൈമാറിയത്. ഇത് ചെക്കായിരുന്നെങ്കിൽ അവർ വേണ്ട എന്ന് പറഞ്ഞേനെ. നിക്ഷേപിച്ചതിന് ശേഷമുള്ള രസീത് മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇത് ആ സമയത്ത് തന്നെ കുടുംബവും അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതല്ല ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടതല്ല മറ്റുള്ള സംഘടനകളൊക്കെയാണ്. ന്യായമായ കാര്യങ്ങളാണ് വേണ്ടതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ADMനെ അറിയിച്ചു. അത് ADM സർക്കാരിനെ അറിയിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് മടങ്ങുകയായിരുന്നു. എന്തായാലും ധീവരസഭയുടെ തീരുമാനം ഉടൻ അറിയാൻ കഴിയും. മാത്രമല്ല, ഇത് ഒരു ജോലിയുടെ കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു, സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഒപ്പം ഈ കുടുംബത്തിന് നിലവിലുള്ള സാമ്പത്തിക സഹായങ്ങൾ മതിയാകില്ല, അതിൽ കൂടുതൽ ഇരട്ടി സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബത്തെ കരകയറ്റാൻ കഴിയൂ. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് നഷ്ടപ്പെട്ടത്. 3 പേർ നഷ്ടപ്പെട്ട അനാഥമായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഇനി ഉള്ളത് ഒരു ആൺതരി മാത്രം. ആ ഒരു ആളിനെ കൂടി, മകനെ കൂടി ഇനി കടലിൽ നിന്ന് നൽകാൻ താങ്കൾക്ക് താല്പര്യമില്ല. മറ്റൊരു ജോലിയാണ് നൽകേണ്ടത്. കടലിലേക്ക് ഇനി വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം. അക്ഷയ്.